ഹലോ ഫ്രണ്ട്സ്, ട്രാവൽ ഓൺസോണിൻ്റെ ഒരു പുതിയ ബ്ലോഗിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഈ ബ്ലോഗ് എന്ന് പറയുന്നത് ഒരു ട്രിപ്പല്ല, ഇതൊരു ട്രാവൽ ടിപ്പാണ്. അതായത് നമ്മളെല്ലാവരും അത്യാവശ്യം യാത്രകൾ സീരിയസ് ആയിട്ട് കാണുന്ന ആൾക്കാർക്ക് ടെൻറ്റ്, അതുപോലെ സ്ലീപ്പിംഗ് ബാഗ്, ഇത് അത്യാവശ്യമായിട്ട് നമ്മൾ കൈ കരുതേണ്ട സംഭവമാണ്. സ്ലീപ്പിംഗ് ബാഗിൻ്റെ ആവശ്യം നമുക്കുണ്ടോ, അല്ലെങ്കിൽ ഒരു സ്ലീപ്പിംഗ് ബാഗ് എങ്ങനെ നമുക്ക് പാക്ക് ചെയ്ത് നമ്മുടെ ട്രാവലിൽ കൊണ്ട് നടക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ട്രാവൽ ടിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ എല്ലാ മച്ചന്മാർക്കും ട്രാവൽ ഓൺസോണിൻ്റെ ഈ പുതിയ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു അവസ്ഥയിൽ COVID-19 ഒക്കെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ യാത്രകൾ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഹോട്ടലിൽ താമസിക്കുക, റിസോർട്ടുകളിൽ താമസിക്കുക, ഇതൊക്കെ ഭയങ്കര റിസ്കി സംഭവങ്ങളാണ്. അപ്പോൾ നമുക്ക് എപ്പോഴും ഒരു ടെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു അത്തരത്തിലുള്ള ഒരു ക്യാമ്പിംഗ് ആക്ടിവിറ്റീസിന് വേണ്ടിയുള്ള ഇൻപുട്സ് ഒക്കെ കയ്യിലുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും എളുപ്പം. നമ്മുടെ ടെൻറ്റിനെ സംബന്ധിച്ചിട്ടുള്ള കുറേ ഡൗട്ട്സും ഒരു നല്ല ടെൻറ്റ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള നേരത്തെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് മുകളിലുള്ള ആ ലിങ്കിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ വീഡിയോ കാണാം. ആ വീഡിയോയിൽ ഏത് ടെൻറ്റ് നമുക്ക് വാങ്ങണം, ഏതാണ് ബെസ്റ്റ് ടെൻറ്റ് എങ്ങനെ ഉപയോഗിക്കണം, ടെൻറ്റിൻ്റെ ആ ഒരു സെറ്റിംഗ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആ വീഡിയോയിൽ കൃത്യമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ടെൻറ്റിനൊപ്പം തന്നെ നമുക്ക് അത്യാവശ്യമുള്ള സംഭവമാണ് സ്ലീപ്പിംഗ് ബാഗ്. അപ്പോൾ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ സ്ലീപ്പിംഗ് ബാഗ് എന്ന് പറയുമ്പോൾ അത്ര അത്യാവശ്യമാണോ എന്നുള്ള ഡൗട്ട് തോന്നാറുണ്ട്. കാരണം ഹിമാലയത്തിൽ പോകുന്നവർക്കൊക്കെ -डिग्री തണുപ്പിലൊക്കെ ആണല്ലോ നമ്മൾ സാധാരണ സ്ലീപ്പിംഗ് ബാഗ് കണ്ടിട്ടുള്ളത്. പക്ഷേ സ്ലീപ്പിംഗ് ബാഗ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അതിനുവേണ്ടി മാത്രമുള്ള സംഭവമല്ല. പല തരത്തിലുള്ള ഉപയോഗങ്ങൾ നമുക്ക് സ്ലീപ്പിംഗ് ബാഗുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് ഒരു സ്ലീപ്പിംഗ് ബാഗ് നമുക്ക് ട്രാവലിൽ എങ്ങനെ ഉപകാരപ്പെടും, അല്ലെങ്കിൽ ഒരു സ്ലീപ്പിംഗ് ബാഗ് എങ്ങനെ നമ്മൾ കൊണ്ടു നടക്കണം, ഇത്രയും വലിയൊരു സംഭവം നമുക്ക് കൊണ്ടു നടക്കാൻ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഈസി ആയിട്ട് എങ്ങനെ ക്യാരി ചെയ്യാം, അങ്ങനെയുള്ള ടിപ്സൊക്കെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു സ്ലീപ്പിംഗ് ബാഗ് ഒന്ന് അൺബോക്സ് ചെയ്യാം. ഇതാണ് നമ്മുടെ സ്ലീപ്പിംഗ് ബാഗ്. ഇത് കോച്ച എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ 4 ക്ലാസ് 10 ഡിഗ്രി എന്ന് പറയുന്ന ഒരു സ്ലീപ്പിംഗ് ബാഗാണ്. ഈ 10 ഡിഗ്രി എന്നത് കൊടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ 10 ഡിഗ്രിക്ക് താഴെയും 10 ഡിഗ്രിക്ക് എന്നുള്ള രീതിയിലുള്ള തണുപ്പിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന ടൈപ്പുള്ള ഒരു സ്ലീപ്പിംഗ് ബാഗാണ്. അതാണ് ഇത് 4 ക്ലാസ് 10 ഡിഗ്രി എന്ന് കൊടുക്കാൻ കാരണം. നിലവിലിപ്പോൾ 4 ക്ലാസ് 10 ഡിഗ്രി എന്ന് പറഞ്ഞ ട്രെൻഡ് കുറച്ച് ഔട്ട്ഡേറ്റഡ് ആണ്. പക്ഷേ ഇത് ഞാനിപ്പോൾ എടുത്തിട്ട് കുറേ കാലമായി, ഇത് ഇതേവരെ യൂസ് ചെയ്യാനുള്ള ഒരു സാഹചര്യം വന്നില്ല. അപ്പം നമ്മുടെയൊക്കെ ഒരു നാട്ടിലെന്ന് പറഞ്ഞാൽ സ്ലീപ്പിംഗ് ബാഗിൻ്റെ ഒരു ഉപയോഗം നമുക്ക് ശരിക്കും ആവശ്യം വരുന്നില്ല. നമുക്ക് ടെൻറ്റ് ഉണ്ടെങ്കിൽ തന്നെ ഈ ഒരു സ്ലീപ്പിംഗ് ബാഗിൻ്റെ ആവശ്യകത വരുന്നില്ല. കാരണം തണുപ്പാണ് മെയിനായിട്ട് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്ലീപ്പിംഗ് ബാഗിൻ്റെ ഒരു ആവശ്യകത വരുന്നത്. പക്ഷേ സ്ലീപ്പിംഗ് ബാഗ് എന്ന് പറയുന്നത് ശരിക്കും നമ്മളൊരു ഫോറസ്റ്റ് ഏരിയയിലൊക്കെ ക്യാമ്പ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് കുറേ ഇൻസെക്ട്സിൻ്റെയും അതുപോലെ പാമ്പ്, പഴുതാര, തേള്, അങ്ങനെയുള്ള പല പല ഐറ്റംസിൻ്റെയൊക്കെ ആക്രമണം നേരിടേണ്ട ചില സാഹചര്യങ്ങളൊക്കെ വരും. ആ ഒരു ഫോറസ്റ്റിനുള്ള അടുത്തുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മുടെ കയ്യിലൊരു സ്ലീപ്പിംഗ് ബാഗ് ഉണ്ടെങ്കിൽ ഈ ഒരു സ്ലീപ്പിംഗ് ബാഗ് നമ്മളൊരു പരിധി വരെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യും. അതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത്. നമ്മളെയൊക്കെ സംബന്ധിച്ച്, കേരളത്തിലൊക്കെ ട്രെക്കിങ്ങും അതുപോലെ ക്യാമ്പിംഗ് ഒക്കെ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച്. പിന്നെ നമ്മൾ ഒരു നല്ല തണുപ്പുള്ള ഒരു ഏരിയയിലേക്ക് പോവുകയാണെങ്കിൽ ഒരു കാരണവശാലും നമുക്ക് ഇതേപോലത്തെ ഒരു സ്ലീപ്പിംഗ് ബാഗ് ഇല്ലാതെ ക്യാമ്പ് ചെയ്യാൻ സാധിക്കത്തില്ല. നമുക്ക് ഈ സ്ലീപ്പിംഗ് ബാഗ് ഒന്ന് തുറന്ന് കാണാം എങ്ങനെയുണ്ട് കാര്യങ്ങളെന്നൊക്കെ. ഞാനിത് യൂസ് ചെയ്തിട്ടില്ല ഈ ഒരു സ്ലീപ്പിംഗ് ബാഗ്. ഇതിന് മുമ്പുണ്ടായിരുന്ന സ്ലീപ്പിംഗ് ബാഗ് ഒരിടത്ത് വെച്ച് നഷ്ടപ്പെട്ടു പോയി, കാണാതെ പോയി. അങ്ങനെയാണ് ഇത് മേടിച്ചത്. പക്ഷേ ഇത് ഉപയോഗിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാവാത്തതുകൊണ്ട് ഇതൊരു അഴിച്ചു നോക്കിയിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ട് നമ്മളിത് അഴിക്കുവാണ്. ബ്ലൂ കളറാണ് ഈ ഒരു സ്ലീപ്പിംഗ് ബാഗിൻ്റെ കളറെന്ന് പറയുന്നത്. ഏതാണ്ട് ഒരു 1 കിലോ അടുത്തുള്ള വെയിറ്റാണ്. ഇവർ പറയണ 1050 ഗ്രാമാണ്. പക്ഷേ അത്ര വെയിറ്റുള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. സ്ലീപ്പിംഗ് ബാഗ് നമ്മൾ ഒരു ട്രാവലിൽ കയ്യിലെടുക്കാത്തതിൻ്റെ കാരണം ഇത് മടക്കി ഇതേ രീതിയിൽ സ്യൂറ്റബിളായിട്ട് ട്രാവലിൽ കൊണ്ടു നടക്കാനുള്ളൊരു ബുദ്ധിമുട്ടാണ്, ക്യാരി ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട്. പക്ഷേ ഇത് നമുക്ക് മടക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടിപ്പൊക്കെയാണ്. നമുക്ക് ആദ്യം ഇതൊന്ന് അഴിക്കാം. അപ്പോൾ ഇതേ രീതിയിലുള്ളൊരു കവറാണ് നമുക്ക് കിട്ടുന്നത്. അതിനുശേഷം ഇത് എടുത്തിട്ടുണ്ടെങ്കിൽ ഈ രീതിയിൽ നമുക്കിത് ഉപയോഗിക്കാം. ഇത് XL സൈസിൽ വരുന്ന ഒരു സ്ലീപ്പിംഗ് ബാഗാണ്. അതായത് അത്യാവശ്യം അഡൾട്ടായിട്ടുള്ള ഒരാൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന തലത്തിലുള്ള ഒരു സ്ലീപ്പിംഗ് ബാഗാണ്. ഈ ഒരു ഭാഗമാണ് നമ്മളുടെ തലഭാഗം വരുന്നത്. സാധാരണഗതിയിൽ ഏതാണ്ട് ഒരു 6 മാസത്തോളം ഈ സ്ലീപ്പിംഗ് ബാഗ് എൻ്റെ കയ്യിൽ ഇരുന്നിട്ടും ഞാനിത് ഉപയോഗിച്ചത് പലതവണ ടെൻറ്റ് ചെയ്യുന്ന സമയത്തും ഒരു പില്ലോ എന്നുള്ള രീതിയിലാണ്, തലയണയായിട്ടാണ് യൂസ് ചെയ്തത്. നല്ല സുഖമായിരുന്നു തലയണയായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഒറ്റയ്ക്ക് സ്ലീപ്പിംഗ് ബാഗ് യൂസ് ചെയ്യാന്ന് പറയുന്നത് കുറച്ച് ശ്രമകരമായിട്ടുള്ളൊരു പരിപാടിയാണ്. കാരണം ഈ ഒരു സിബ് എന്നൊക്കെ പറയുന്നത് ഇടയ്ക്ക് ക്ലോത്തിൻ്റെ ഇടയിൽ കയറിയിട്ട് നമുക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ കുറച്ചൊരു പേഷ്യൻസ് ഒക്കെ ഉള്ള ആളുകൾക്കായിരിക്കും ഇത് ഒറ്റയ്ക്ക് ഇത് നമുക്കൊന്ന് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു സൈഡിലത്തെ സിപ്പ് അഴിച്ചിട്ട് അകത്തേക്ക് കയറിയിട്ട് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പതുക്കെ ഇതിങ്ങനെ കയറ്റണം. നമ്മൾ ഈ രീതിയിൽ വേണം
ഇത് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ സിപ്പ് അടിയിൽ നിന്ന് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്ലീപ്പിംഗ് ബാഗ് ഒരു കാരണവശാലും നമ്മുടെ തലവഴി മൂടുന്നത് നല്ലതല്ല. കാരണം തലവഴി മൂടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ഓക്സിജൻ കിട്ടാനുള്ള ചാൻസ് കുറവാണ്. അതുകൂടാതെ നമ്മളുടെ ഒരു എക്സൈൽ ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ഇതിനകത്ത് കിടന്നിട്ട് അതൊരു ബുദ്ധിമുട്ടായിട്ട് മാറും ലോങ് ടൈമിൽ നമ്മളിത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ. പിന്നെ തണുപ്പൊക്കെ ഉള്ള സ്ഥലത്താണെങ്കിൽ നമ്മൾ മാക്സിമം ഇത് അടുപ്പിച്ച് വെക്കാൻ വേണ്ടി നോക്കണം. കാരണം നമ്മളുടെ ശരീരത്തിൻ്റെ ഒരു ബോഡി ഹീറ്റാണ് സ്ലീപ്പിംഗ് ബാഗിനകത്ത് വരുന്നത്. അപ്പോൾ ആ ഒരു ബോഡി ഹീറ്റ് എന്തെങ്കിലും സ്പേസ് ഉണ്ടെങ്കിൽ പുറത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ മാക്സിമം തണുപ്പുള്ള സ്ഥലങ്ങളിൽ ഇതേ രീതിയിൽ സ്ലീപ്പിംഗ് ബാഗ് മാക്സിമം ഗ്യാപ്പ് കൊടുക്കാതെ ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇതാണ് 4 Class 10 എന്ന് പറയുന്ന കോച്ചയുടെ ഈ ഒരു സ്ലീപ്പിംഗ് ബാഗ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്. ഇതിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ ഒരു ലെയറോട് വരുന്നുണ്ട്, 2 ലെയറാണ് വരുന്നത്. അതുകൊണ്ട് തണുപ്പിൻ്റെ കാര്യത്തിലൊന്നും പേടിക്കണ്ട. ശക്തമായുള്ള കാറ്റൊക്കെ അടിക്കുമ്പോൾ നമുക്ക് ആ ഒരു സേഫ്റ്റി ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് ഈ ഒരു സ്ലീപ്പിംഗ് ബാഗിൽ നിന്ന് കിട്ടുന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ഇനിയാണ് ഏറ്റവും വലിയൊരു പ്രശ്നം, ഇതിനകത്തുനിന്ന് അൺസിപ്പ് ചെയ്തിട്ട് ഈ സാധനം ഒന്ന് ചുരുട്ടിക്കൂട്ടി വെക്കണ്ടേ. അതാണല്ലോ എല്ലാവരുടെയും പ്രോബ്ലം. സ്ലീപ്പിംഗ് ബാഗിനകത്ത് നിന്ന് ഇറങ്ങിയതിന് ശേഷം വീണ്ടും നമ്മൾ സിപ്പ് ചെയ്യുക. സിപ്പ് ചെയ്ത് നല്ല വൃത്തിയായിട്ട് മെനയായിട്ട് എടുത്ത് വെക്കുക. ഇതുണ്ടല്ലേ, ഇവിടെ കോച്ചയുടെ ഒരു ബ്രാൻഡിങ് ഒക്കെ ഉണ്ട്. അതിനുശേഷം ഈ രീതിയിൽ മടക്കുക. നമ്മളിത് ചുരുട്ടി കൂടുമ്പോഴുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് വലിപ്പം കൂടാനുള്ള കാര്യം, ഇത് ഈ രീതിയിൽ മടക്കുമ്പോൾ ഇതിനകത്ത് എയർ കയറും. ആ എയർ കയറിയിട്ടാണ് വലിപ്പം കൂടുന്നത്. പിന്നീട് നമ്മുടെ കവറിലേക്ക് നമുക്ക് കയറ്റാൻ പറ്റാതെ വരുന്നത്. അപ്പം നമ്മൾ ആ മാക്സിമം എയർ കയറാതെ തന്നെ വേണം ഇത് മടക്കാൻ വേണ്ടിയിട്ട്. അതായത് എയർ ശരിക്കും നമ്മൾ കളയണം. എയർ കളഞ്ഞിട്ട് വേണം ഇത് മടക്കാൻ. ഇതുകൊണ്ട് ഈ നിൽക്കുന്നതൊക്കെ എയറാണ്. പതുക്കെ പതുക്കെ നമ്മളിത് മടക്കുമ്പോൾ എയർ ഇങ്ങനെ തള്ളി തള്ളി മാക്സിമം ടൈറ്റിൽ തന്നെ മടക്കുക. ഇനിയിപ്പോൾ നമ്മുടെ കൈ കൊണ്ട് നമുക്കിത് മടക്കാൻ ബുദ്ധിമുട്ടാണ്. ഇടയ്ക്ക് ഒന്ന് കുറച്ചുകൂടെ പ്രഷർ കൊടുക്കണമെങ്കിൽ നമ്മുടെ നീ ഒന്ന് കാൽമുട്ട് കൊണ്ട് നമുക്കിതൊന്ന് ഒരു പ്രഷർ കൊടുത്തിട്ടുണ്ടെങ്കിലും എയർ നമുക്ക് കളയാൻ വേണ്ടി പറ്റും. ഇതല്ലേ, ഈ രീതിയിൽ നമുക്കിത് ഈസി ആയിട്ട് മടക്കാം. ഇതിനി മടക്കിയിട്ട് നേരെ ഈ കവറിലേക്ക് നമുക്ക് കയറിയാൽ മതി. അപ്പോൾ നമ്മുടെ കവർ എടുത്തിട്ട് ഇത് ഈ രീതിയിൽ നമ്മൾ അകത്തേക്ക് സ്ലീപ്പിംഗ് ബാഗ് കയറ്റാൻ വേണ്ടിയിട്ട് ആ ഒരു എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ ഈ രീതിയിലാക്കുക. ല്ലേ, നമ്മുടെ സ്ലീപ്പിംഗ് ബാഗ് ഇതേ നമുക്ക് എങ്ങനെയാണോ നമ്മുടെ കയ്യിൽ കിട്ടിയത് അതേ രീതിയിൽ തന്നെ നമ്മൾ വീണ്ടും റീപാക്ക് ചെയ്തു. ഇതിനിപ്പോൾ നമുക്ക് നമ്മുടെ ടെൻറ്റിൻ്റെ കൂടെ ഈസി ആയിട്ട് ക്യാരി ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ രീതിയിൽ എയർ കളഞ്ഞിട്ട് നമ്മളിത് ചുരുട്ടുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് കൊണ്ടു നടക്കാനും പറ്റും. കോച്ചയുടെ 4 Class 10 ഡിഗ്രി എന്ന് പറയുന്ന ഈ ഒരു സ്ലീപ്പിംഗ് ബാഗിൻ്റെ അൺബോക്സിംഗ് വീഡിയോയും യൂസ് ചെയ്യുന്ന എങ്ങനെയാണെന്നുള്ള ആ ഒരു ടിപ്പും ഒക്കെ അടങ്ങുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണ്ടിയും മറക്കരുത്. ഇതേപോലത്തെ ഒരു നല്ല പൊളി ട്രാവൽ ടിപ്പും ഒരു ട്രാവൽ ഡെസ്റ്റിനേഷനും ഒക്കെ ആയിട്ട് നമ്മുടെ ചാനൽ ഇനിയും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ ശരി, നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.